നമസ്കാരം, വൺ ഇന്ത്യ മലയാളത്തിലേക്ക് സ്വാഗതം. പുൽവാമ ഭീകരാക്രമണത്തെ അപകടമായി ചിത്രീകരിച്ച് കഴിഞ്ഞ ദിവസം കോൺഗ്രസ് നേതാവ് ദിഗ്വിജയ് സിംഗ് വിവാദത്തിൽപ്പെട്ടിരുന്നു. ഇതിനെ തുടർന്ന് BJP അദ്ദേഹം രാജ്യദ്രോഹിയാണെന്ന് വരെ ആരോപിച്ചിരുന്നു. ഇപ്പോഴിതാ അതിന് തിരിച്ചടി നൽകിയിരിക്കുകയാണ് അദ്ദേഹം. BJPയുടെ ഉത്തർപ്രദേശ് ഉപമുഖ്യമന്ത്രി കേശവ് പ്രസാദ് മൗര്യയും പുൽവാമ ആക്രമണം ആക്സിഡന്റാണെന്ന് പറഞ്ഞതിന് പിന്നാലെയാണ് ദിഗ്വിജയ് സിംഗ് വിമർശനം ശക്തമാക്കിയത്. ഫെബ്രുവരി 14 ആക്രമണം സുരക്ഷാ വീഴ്ചയല്ല, മറിച്ച് അത് വലിയൊരു അപകടമാണ്. നമ്മുടെ വീരജവാന്മാർക്ക് സംഭവിച്ച അപകടമാണെന്നായിരുന്നു കേശവ് പ്രസാദ് മൗര്യയുടെ പ്രസ്താവന. പ്രധാനമന്ത്രി പറഞ്ഞത് സൈന്യത്തിന് തിരിച്ചടിക്കാൻ എല്ലാ അധികാരങ്ങളും നൽകിയിട്ടുണ്ടെന്നാണ്. അവർ ഇക്കാര്യത്തിൽ പലതും സാധിക്കുമെന്നും മൗര്യ പറയുന്നുണ്ട്. താൻ പുൽവാമ ആക്രമണത്തെ ആക്സിഡന്റായി ചിത്രീകരിച്ചപ്പോൾ കേന്ദ്രമന്ത്രിമാർ തന്നെ പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്നവനാക്കിയിരുന്നു. ഇപ്പോൾ മോദിജിക്കും മന്ത്രിമാർക്കും ഒന്നും പറയാനില്ലെന്നും അദ്ദേഹം പറഞ്ഞു. താൻ പറഞ്ഞതിൽ ഒരു പ്രശ്നവും ഉള്ളതായി തോന്നിയിട്ടില്ല. അങ്ങനെ പ്രശ്നമുണ്ടെങ്കിൽ പ്രധാനമന്ത്രിയും അദ്ദേഹത്തിന്റെ മന്ത്രിമാരും തനിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കട്ടെ. പുൽവാമയിലെ ഇന്റലിജൻസ് വീഴ്ചയിൽ മോദി എന്ത് നടപടിയാണ് എടുത്തത്? ആരാണിതിന് ഉത്തരവാദി? മോദിജിക്ക് ഇതിൽ ഉത്തരവാദിത്തമുണ്ടോ ഇല്ലയോ എന്ന് വ്യക്തമാക്കണം. വിഷയത്തിൽ ദേശീയ സുരക്ഷാ ഏജൻസി, IB, RO എന്നിവരിൽ നിന്ന് മോദി വിശദീകരണം ആവശ്യപ്പെട്ടോ എന്നും ദിഗ്വിജയ് സിംഗ് ചോദിച്ചു. നേരത്തെ ബാലക്കോട്ട് ആക്രമണത്തിൽ ദിഗ്വിജയ് സിംഗ് തെളിവ് ചോദിച്ചിരുന്നു. വ്യോമാക്രമണത്തിൽ എത്ര ഭീകരർ കൊല്ലപ്പെട്ടെന്ന് വെളിപ്പെടുത്താൻ സർക്കാർ തയ്യാറാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു. ഇന്റലിജൻസിന്റെയും സർക്കാരിന്റെയും വീഴ്ചയിൽ നിന്ന് സംഭവിച്ച അപകടമാണ് പുൽവാമയിലെ ഭീകരാക്രമണമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാദം. ദിഗ്വിജയ് സിംഗ് രാജ്യത്തെ ദുർബലമാക്കാൻ ശ്രമിക്കുകയാണെന്നും സേനയുടെ മനോവീര്യം തകർക്കാനാണ് അദ്ദേഹം ശ്രമിക്കുന്നതെന്നും കുറ്റപ്പെടുത്തിയിരുന്നു. കൂടുതൽ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യൂ വൺ ഇന്ത്യ മലയാളം.